ഇപ്പോൾ ഗായ്സ് നമ്മൾ ബ്രോഡാഡീനെ സർവീസ് സ്റ്റേഷനിൽ നിന്നെടുത്ത് ലക്ഷ്മി ഓട്ടോമൊബൈൽസിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ വാരാഹി ഷെഡ്ഡി കിടപ്പുണ്ട്, നമ്മുടെ വജ്ര കിടക്കുന്നു, നമ്മുടെ വാസുഗീതേ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ബ്രോഡാഡിയെ കൊണ്ടുപോകാൻ നമ്മുടെ സാരഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബ്രോഡാഡിയുടെ അടുത്തോട്ട് പോവുകയാണ്, സർവീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ ജ്യോതിയാമനുണ്ട്, ഷാനാസിക്ക ഉണ്ട്, കുക്കണ്ണനുണ്ട്, ബാക്കിൽ പിന്നോണ്ടൻ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരുമായിട്ടാണ് പോകുന്നത്. സർവീസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെറുക്കൻ ദേ കിടക്കുന്നു. നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാണാം. നമ്മുടെ ബ്രോഡാഡി ഇതേ ഇവിടെ വാഷിങ്ങിലാണ്. വണ്ടി ഇന്നലെ കൊണ്ടിട്ടാണ്. ഇവിടെ മോട്ടർ എന്തോ കംപ്ലൈൻ്റ് ആയി, കുറച്ച് സീനൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ടി വൈകിട്ടാണ് അവർ വാഷ് ചെയ്തെടുത്തത്. നമ്മുടെ ചെറുക്കൻ്റെ വാഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദേ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഈ ചെറുക്കൻ വാഷൊക്കെ ചെയ്ത് കുളിച്ച് കുട്ടപ്പനായി ലക്ഷ്മിയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇനി ബാക്കി നമുക്ക് ലക്ഷ്മിയിൽ കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ലാസ്റ്റ് ആണ്. ലക്ഷ്മിയിലോട്ട് പോവുകയാണ്. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇതേ ഷാനാസിക്ക് ഇരിപ്പുണ്ട്. നമുക്ക് ഇനി ഒരു പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ലക്ഷ്മിയിലോട്ട് പോകും. നമ്മൾ ലക്ഷ്മിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ പോരാളി സാരഥിമാരെല്ലാം ദേ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ 15 ദിവസമാണ് നമ്മുടെ ചെറുക്കനെ ഇറക്കിത്തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 15 ദിവസം കഴിഞ്ഞ് കാണാം. ടാറ്റാ.